കടുവിന്റെ കോട്ടയിൽ കയറിയിട്ടാണ് മീൻ പിടിക്കുന്നതെങ്കിലും ഇത്ര കടു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കടു ടൗസറിന്റെ ഉള്ളിലൊക്കെ കയറി ടൗസറിന്റെ ഉള്ളിലിട്ടിട്ടൊക്കെ ആയിരുന്നു നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മീൻ പിടുത്തം കണ്ടു നോക്കട്ടാ സുഹൃത്തുക്കൾ. അപ്പോൾ ഈ ഒരു കുളം വറ്റിച്ച് മീൻ പിടുത്താണ് കേട്ടോ. അപ്പോൾ പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് വെള്ളം അടിച്ച് വാർത്ത് ഏകദേശം വെള്ളം വറ്റാനയക്കണം. അപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഉള്ള വെള്ളം വറ്റിക്കുക, അതിലുള്ള ചണ്ടിയൊക്കെ മാറ്റിയാൽ മീൻ പിടിക്കുക. അപ്പോൾ അതാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂര് തിരുനാവായക്കടുത്താണ് കേട്ടോ. തിരുനാവായക്കടുത്ത് എടക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് താമരക്കാലിനോട് ചേർന്നിട്ടുള്ള ഒരു പാടത്താണ്. അപ്പോൾ കംപ്ലീറ്റ് നാടൻ മീനുകളാവും, ചുറ്റുഭാഗം പാടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നു കൂടിയ മീനുകളായിരിക്കും. അപ്പോൾ എന്തായാലും നോക്കി എത്രത്തോളം മീനും കാര്യങ്ങളൊക്കെ കിട്ടും എന്നപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കടു കാരി എന്നൊക്കെ പറയുന്ന മീനുള്ള ഒരു കുഴിയാണ് കേട്ടോ. അപ്പൊ നോക്കട്ടെ നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, എത്രത്തോളം മീനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മളെ അക്ബർ ഇറങ്ങി 3 കട കുത്തിയത്. മൂത്ര കഴിച്ചാളാ എവിടെ ഒന്ന് തയ്യുന്ന ആ മടമ്പിനാ അല്ലേ കടുവന്ന് കരുതിയ മേലും താറ്റി വേറെ വേറെ പൊടിഞ്ഞ കടുവിന്റെ കോട്ട ഇട്ടഞ്ഞ് നമ്മള് പിടിക്കാൻ പോണ കുത്തുവാളുവിൽ മാത്രം കിട്ടിയത്. അത് ആ ഒരു വലയൊക്കെ ഉണ്ട്. ചെല്ലിയടക്കം കൂട്ടിയെടുത്ത് അതട്ടാ ഇവിടെ വാ. ഇതിന്റെ തുടക്ക് കുത്തണ പോയിക്കട്ടാ. പൊരിക്കല്ലേ സിലോപ്പി കിട്ടിയ കടു ബാക്കില് ഡോണ്ടു ഡോണ്ടു കടു കടു കണ്ണ ഒരു മുട്ടി കേറിട്ടാ ഈ അമ്മാര് കണ്ണ. ഓ ഇതാട്ടാ ടോപ്പ്. അതിനൊന്നും പറ്റിക്കുന്നല്ലേ, അതിനേക്കാളൊരു വണ്ണം തോന്നണേ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഇത് ആദ്യം തന്നെ ചുറ്റുഭാഗമുള്ള ചണ്ടി എടുത്തിട്ട് സെന്ററിൽ കുറച്ച് ചണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചണ്ടി ഇളക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചുറ്റുഭാഗത്ത് നിന്ന് ചണ്ടി എടുക്കുന്ന സമയത്ത് അവിടെയുള്ള മീനുകൾ കംപ്ലീറ്റ് ചെയ്ത് സെന്റർ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടാവും, കാരണം ആ ഒരു ഭാഗം ഇളക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ ഇനി ഇതേ 3 പേരും ചേർന്ന് ആ ഒരു സെന്ററിലുള്ള ചണ്ടി ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാറ്റിയിട്ടാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് ഇളക്കാത്തത് കൊണ്ട് തന്നെ മീന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. വരാലായാലും കടുവായാലും പൊരിക്കായാലും ഒക്കെ ഇട്ടാ നമ്മൾ അവിടെ ഇളക്കി കഴിഞ്ഞാൽ മീനുകൾ കംപ്ലീറ്റ് ചളിയിലൊക്കെ താവും. അപ്പോൾ നല്ല ഐഡിയപരമായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ കാണുന്ന മീനുകളൊക്കെ ആ ഒരു കൈവലയിലോട്ട് ആക്കിയിട്ടും അതുപോലെ കൈകൊണ്ടൊക്കെ ആയിട്ട് വലയിലോട്ട് തട്ടി കയറ്റിയിട്ടൊക്കെ ആയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്.
തൂക്കി എറിഞ്ഞ കടു. സാധനം അറിയില്ല. കടു കടു കടു. അപ്പം ഇതിൽ നിന്ന് പിടിച്ച മീനുകളൊക്കെ വലയിലാക്കി മുകളിലോട്ട് കയറ്റുന്നത് ഒരു കയർ ഉപയോഗിച്ചിട്ടാണ്. മുകളിൽ നിന്ന് കയർ ഇട്ട് കൊടുക്കുക. ഒരു കയറിൽ വല കെട്ടിയിട്ട് മുകളിലോട്ട് വലിച്ച് കയറ്റിട്ട. കാരണം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നടന്ന് പോകാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം മുട്ടിന് മീതെ ചളിയാണ് കേട്ടോ, അത്രയും ചളിയുണ്ട്. അപ്പം അതിലൂടെ നടക്കൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ കടു ഉള്ളത് കൊണ്ട് കാല് എടുത്തു വെക്കുമ്പോൾ കാലിലൊക്കെ കടു തട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് ആണ്. അപ്പം ഇത്തരത്തിലാണ് മീൻ ഇതിൽ നിന്ന് കയറ്റുന്നത് കേട്ടോ. തട്ടി കയറ്റിയ ഒരാളാണ്. അപ്പം മീനുകളൊക്കെ അതേ വലയിലാക്കി കൊണ്ടുവന്നത് ഇവിടെ ചെരിയൂട്ടോ. ഇവിടെ ചെരിഞ്ഞിട്ട് കടു അതുപോലെ പൊരിക്ക് വരാലൊക്കെ വേർതിരിച്ച് ഓരോരോ പാത്രത്തിലോട്ട് ചളിയൊക്കെ ഒഴിവാക്കി ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടാ. ടൗസറിൻ്റെ ഉള്ളിൽ കടു കടു ടൗസറിൻ്റെ ഉള്ളിലിട്ട് കടുവിനെ പിടിച്ചിട്ടാ. ഒന്നര കടുവളാട്ടാ. കടുവൻ്റെ കോട്ട ഇവിടുന്നാണ് നമ്മളെ അക്ബറിന് കുത്തിട്ട് 3 കടുവൻ്റെ ചെക്ക് എടുക്കുന്നതാ. കാലൊടിച്ച് ഓടിക്കണ്ട. തെറ്റിയടാ ചെറുതായി തോണ്ടിയല്ലേ. ചെറിയ കടച്ചിലുണ്ടേനെന്നാലല്ലേ. എന്ത് ചെറുവക ജംബോ അതടുത്ത് കടു കടു ഇറങ്ങണം. കടു അടുത്തത് പെരുങ്കടു. ഓ തല ഒന്നിച്ച് വരണ കുത്താ റെഡിയായി വരിക അല്ലേ. തല അതാ കണ്ടവനെ പൊക്കി അലേക്കാക്കി. അപ്പം ഇതിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ എല്ലാവരും കാണികളായി റെഡി കേട്ടാ. മീൻപിടുത്തം കാണാൻ വന്നവരാണ്. ഇത് കഴിഞ്ഞാൽ ഇവരൊരു മീൻപിടുത്തം ഉണ്ടാവും വേറെ.
അപ്പം ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാം. അപ്പം ഇത് നമ്മളെ അബോക്കാൻ്റെ 4ാമത്തെ കുളമാണ് ഇപ്പം നമ്മൾ പിടിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബോക്കാൻ്റെ 3ാമത്തെ കുളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3ാമത്തെയും 4ാമത്തെയും കുളം ഒരു ദിവസമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. 2 മീനുകൾ ഒരുമിച്ചാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിൽ നമ്മൾ മീനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു 4ാമത്തെ കുളം കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയി മീനുകളെ വെള്ളമൊക്കെ ഒഴിവായി കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അബോക്കാക്കും ടീമിന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മളെ നാട്ടിൽ പൊരിക്ക് എന്ന് പറയും, മറ്റു പലയിടങ്ങളിൽ കൈതക്കോര, കല്ലേമുട്ടി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഇത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പൊരിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് സിലോപ്പികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിലോപ്പികൾ ഇത് കൂടാതെ നമുക്ക് തുടക്ക സമയത്തൊക്കെ കിട്ടിയ സിലോപ്പികളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒടുവിന് കിട്ടിയ കുറച്ച് സിലോപ്പികളാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം ഇനി അടുത്തൊരു ഐറ്റമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കടു എന്ന് പറയും നമ്മളവിടെ. മറ്റു പലയിടങ്ങളിൽ കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീനെ അറിയുള്ളൂ കേട്ടോ. കുത്തിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലുള്ള ഒരു മീനാണ്, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീനാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടു എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കടു കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു 4ാമത്തെ കുളത്തിൽ നിന്നാണ് കടു കൂടുതൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും നല്ല അടിപൊളി നല്ല സൈസുള്ള കടുവാണ് കിട്ടിയിട്ടുള്ളതൊക്കെ. അതും അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വരാലുകൾ, നമുക്ക് 2 കുളങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ള വരാലുകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 120 കിലോളം വരാലും കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വരാലുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കുളങ്ങളിൽ നിന്നായി കിട്ടിയതാണ്. അതുപോലെ ചെറുവക നമ്മളെ പൊരിക്ക്, കടു, സിലോപ്പി അങ്ങനെയുള്ളതൊക്കെ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 കിലോളം അതും കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു 170 കിലോ മീൻ നമുക്ക് ടോട്ടൽ 2 കുളങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.